എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള യോഗത്തിൻ്റെ അധ്യക്ഷൻ സൗത്ത് വോയിസിൻ്റെ ചെയർമാൻ കൂടിയായ ശ്രീ ബിനു പി, ഈ യോഗം ഇന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ള കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് ശ്രീ പ്രവീൺ മോഹൻ അവർ, ഇന്നിവിടെ നമ്മൾ ഉയർത്തുന്ന വളരെ പ്രസക്തമായ ക്യാമ്പയിൻ്റെ വിഷയാവതരണം നടത്തുന്ന സൗത്ത് വോയിസിൻ്റെ MD കൂടിയായിട്ടുള്ള ശ്രീ ബിനു ശിവദാസ്, ഒപ്പം ഇന്ന് നമ്മുടെ ഈ വേദി അലങ്കരിക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ദേവരാജൻ സാർ അവർ, അതേപോലെ തന്നെ വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ R രാധാകൃഷ്ണൻ അവർ, ഇവിടെ എത്തിച്ചേരുമെന്ന് കരുതുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ, അതേപോലെ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി ശ്രീ മഞ്ജു സുനിൽ, ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിൻ്റെ ജില്ലാ ട്രഷറർ ആയിട്ടുള്ള ശ്രീ ഹരീഷ് തക്കടം, യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ഓസ്റ്റിൻ ബെന്നൻ, COയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ നൌഷാദ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള അനിൽ, സാജൻ, മുരളീകൃഷ്ണൻ, സുരേഷ്, അതേപോലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായിട്ടുള്ള കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായിട്ടുള്ള കുര്യാക്കോസ് വൈദ്യർ, COയുടെ ജില്ലാ ട്രഷറർ ശ്രീ മുരളീധരൻ പിള്ള അവർ, അതേപോലെ ഇവിടെ കൃതജ്ഞത അർപ്പിക്കുന്ന ശ്രീ താജ് ഗോപാൽ അവർ അടക്കം ഇന്ന് വേദിയിലും സദസ്സിലുമുള്ള സംഘടനയുടെയും അതേപോലെ വ്യാപാരി സംഘടനകളുടെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള വിഷൻ കുടുംബത്തിൽ നിന്നും രൂപം കൊണ്ട കമ്പനിയാണ് സൗത്ത് വോയിസ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ കേരള സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് രാജ്യത്ത് കേബിൾ TV മേഖലയിലും ഇൻ്റർനെറ്റ് മേഖലയിലും വളരെ ഉയർന്ന സ്ഥാനങ്ങൾ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് കേരള വിഷൻ. ഇന്ന് കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ബഡ്ജറ്റിന് അനുകൂലമായിട്ടുള്ള താരിഫുകൾ നിശ്ചയിച്ചുകൊണ്ട് അവരുടെ എല്ലാവിധ സേവനങ്ങളും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കമ്പനിയാണ് കേരള വിഷൻ. അതിനോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരുപാട് പരിപാടികൾ കേരള വിഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് കേരള വിഷൻ്റെ പ്രോഗ്രാമുകളിൽ പോലും വ്യാപാരി സംഘടനകളുടെ സഹകരണത്തോടെ നമ്മൾ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് ഏതുതരം പ്രശ്നങ്ങളുണ്ടായാലും ആദ്യം സഹായഹസ്തവുമായി മുന്നോട്ട് പോകുന്ന സംരംഭങ്ങളിലൊന്നാണ് കേരള വിഷൻ. ആ കുടുംബത്തിൽ നിന്നാണ് കൊല്ലം ജില്ലയിലേക്ക് മാത്രമായിട്ട് നമ്മൾ സൗത്ത് വോയിസ് എന്ന് പറഞ്ഞ കമ്പനി രൂപം കൊടുത്തിട്ടുള്ളത്. ആ സൗത്ത് വോയിസ് കമ്പനിയുടെ ചാനലാണ് സൗത്ത് വിഷൻ ചാനൽ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ വ്യാപാരി സുഹൃത്തുക്കൾ പലരും പലതവണ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കൊല്ലം ജില്ലയിൽ നിരവധി ചാനലുകളുണ്ട്, ഓരോ പ്രദേശത്തും അങ്ങനെ ചാനലുകളുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ജില്ലയിൽ ആകമാനമുള്ള ഒരു ചാനൽ നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടാ? എന്തുകൊണ്ടാകുന്നില്ല? ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും പരിഹാരവുമായിട്ടാണ് ഇന്ന് സൗത്ത് വിഷൻ ചാനൽ അതിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സൗത്ത് വോയിസ് എന്ന് പറഞ്ഞ കമ്പനി ഇന്ന് കൊല്ലം ജില്ലയിലെ എല്ലാ പ്രേക്ഷകർക്കും അവരെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്ലാനുകളും പാക്കേജുകളുമായിട്ട് സേവനം നടത്തി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടികൾ സൗത്ത് വിഷൻ ഏറ്റെടുക്കുന്നത് ആദ്യമല്ല. ഇതിൻ്റെ തുടക്കം മുതലേ നിരവധി പരിപാടികൾ നമ്മൾ കൈകോർത്ത് പോയിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന വിദ്യാഭ്യാസ അവാർഡ്, സ്റ്റുഡൻറ് സ്റ്റാർ അവാർഡ് എന്ന പേരിൽ ഞങ്ങൾ നടത്തിയ ഒരു അവാർഡ് ഫംഗ്ഷൻ കൊല്ലം ജില്ലയിലെ A+ നേടിയ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് അവാർഡ് സമ്മാനിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം.
ആ കുഞ്ഞുങ്ങളുടെ കുടുംബം ഞങ്ങളുടെ പിന്തുണയുള്ള പ്രേക്ഷകരാണ്. ആ രീതിയിൽ നടത്തിയ ഒരു ചടങ്ങ് ഞങ്ങളെപ്പോലും അതിശയിപ്പിച്ചുകൊണ്ടാണ് ഏകദേശം 700ഓളം എൻട്രികൾ അതിനുവേണ്ടി വന്നത്. അത്രയും കുട്ടികൾക്ക് ജില്ലയിൽ നടന്ന മന്ത്രിമാരും MLA-മാരും ഒക്കെ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ സദസ്സിൽ അത്രയും കുട്ടികൾക്ക് ഞങ്ങൾ അവാർഡ് നൽകുന്ന ഒരു ഫംഗ്ഷൻ ഞങ്ങൾ നടത്തുകയുണ്ടായി. തത്തുല്യമായ പരിഗണനയുള്ള പാരിതോഷികങ്ങൾ ഉൾപ്പെടെയും അതിൻ്റെ സർട്ടിഫിക്കറ്റും മൊമെൻറ്റും എല്ലാം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ആ ചടങ്ങ് പൂർത്തിയാക്കിയത്. അതിനുശേഷം ഞങ്ങൾ ഏറ്റെടുത്തേക്കുന്ന ഒരു വലിയ ക്യാമ്പയിനാണ് നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ക്യാമ്പയിൻ. ഞങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിൽ കഴിഞ്ഞ 25 വർഷമായി ശക്തമായ ഇടപെടലുകൾ നടത്തി വരുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം ഞങ്ങൾ കേരള സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചടങ്ങിന് ശേഷം അടുത്ത ദിവസം മുതൽ കൊല്ലം ജില്ലയിലെ വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള 40ഓളം കേന്ദ്രങ്ങളിൽ ഞങ്ങളെത്തും, ഞങ്ങളുടെ ഫുൾ ടീം എത്തും. ഈ ക്യാമ്പയിൻ്റെ പ്രചരണം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹം അധികം ചിന്തിക്കാത്ത ഒരു വിഷയമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിഷയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ ഒരുമിച്ചടങ്ങുന്ന നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം, ആ ഫലം എങ്ങോട്ടേക്കാണ് ആത്യന്തികമായി എത്തിച്ചേരുന്നത് എന്ന ഒരു ചോദ്യമാണ് പ്രസക്തമായി ഞങ്ങൾ ഇതിനകത്ത് ഉയർത്തുന്നത്. ഓൺലൈൻ വ്യാപാരം നമുക്കറിയാം വലിയ തോതിൽ അതിൻ്റെ ഗ്രോത്ത് കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇതിൻ്റെ ഗുണഭോക്താവ് ആര് എന്ന് ഒരുപക്ഷെ ഞാനും നിങ്ങളും അടങ്ങുന്ന എത്ര പേര് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ നമ്മൾ അധ്വാനിക്കുന്ന പണത്തിൻ്റെ ഒരു വലിയ സിംഹഭാഗം പോകുന്നത് വിദേശ കുത്തകകളുടെ കയ്യിലേക്കാണെന്നുള്ളത്. അതൊരുപക്ഷെ ഈ സമയത്ത് വളരെ ഗൗരവമായി പരിശോധിച്ചു പോയില്ലെങ്കിൽ നാളെ ഇതിലും ഭീകരമായ അവസ്ഥകൾ നമ്മൾ നേരിടേണ്ടി വരും എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയായി അല്ലെങ്കിൽ പ്രാധാന്യമായി ഞങ്ങൾ കണക്കാക്കുന്നത്. ഇതൊരു തുടക്കമാണ്. ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയോടെയും വലിയ ലക്ഷ്യത്തോടെയും കൂടി തന്നെയാണ് ഞങ്ങൾ വ്യാപാരി സമൂഹവുമായി കൈകോർക്കുന്നത്. അവരുടെ പരിപൂർണ പിന്തുണ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് സൗത്ത് വോയിസിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ ബിനു പി ആണ്. അദ്ദേഹത്തിന് ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സംഘടനയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ ഈ വളരെ പ്രാധാന്യമുള്ള വിഷയം അവതരിപ്പിക്കുന്നത് സൗത്ത് വോയിസിൻ്റെ MD കൂടിയായിട്ടുള്ള ശ്രീ ബിനു ശിവദാസാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ്, ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും ഞങ്ങളുടെ എല്ലാ ഡിബേറ്റുകളിലും സജീവ സാന്നിധ്യമായിട്ടുള്ള ശ്രീ ദേവരാജൻ അവറുകളെയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ തന്നെ വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ R രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. മറ്റൊന്ന് കേരള വിഷൻ്റെ ഡയറക്ടറും സംഘടനയുടെ വൈസ് പ്രസിഡൻറ്റും
സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ട് ശ്രീ ജ്യോതികുമാറാണ്. അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ മഞ്ജു സുനിൽ, അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. വ്യാപാരി വ്യവസായ സംഘത്തിൻ്റെ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘത്തിൻ്റെ ജില്ലാ ട്രഷറർ ശ്രീ ഹരീഷ് തെക്കടം ഇവിടെ നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. യുണൈറ്റഡ് മർച്ചൻ്റ് ചേംബറിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ഓസ്റ്റിൻ ബെന്നാൻ, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ നൌഷാദ്, അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശ്രീ അനിൽ, സാജൻ, മുരളീകൃഷ്ണൻ, സുരേഷ് എസ് എന്നിവർക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. കമ്മിറ്റിയുടെ ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ കുര്യാക്കോസ് വൈദ്യരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സിയുടെ ജില്ലാ ട്രഷറർ ശ്രീ മുരളീധരൻ പിള്ളയെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ കമ്പനിയുടെ മറ്റൊരു ഡയറക്ടറായിട്ടുള്ള ശ്രീ താജ് ഗോപാലിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള വിലപ്പെട്ട സമയങ്ങൾ മാറ്റിവെച്ച് എത്തിയിട്ടുള്ള വ്യാപാരി സുഹൃത്തുക്കൾക്കും അതേപോലെ നമ്മളുടെ സംഘടനയുടെ വിവിധ മേഖലയിൽ നിന്നുള്ള ഭാരവാഹികൾക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.